സമ്പദ്വ്യവസ്ഥയുടെ ചില അടിസ്ഥാന ആശയങ്ങൾ അതാണ് നമ്മളിന്ന് വേഗത്തിൽ നോക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും കേൾക്കാറില്ലേ, രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ചുള്ള വലിയ GDP കണക്കുകൾ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ കണക്ക്? അത് നമ്മളെ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളത്? നമുക്ക് നോക്കാം. ഒന്നാമതായി, എന്താണ് ഈ GDP? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിനകത്ത് അതിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് GDP. പക്ഷേ GNP എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അത് നമ്മുടെ പൗരന്മാർ ലോകത്തെവിടെയാണെങ്കിലും അവരുടെ വരുമാനം കൂടി കണക്കിലെടുക്കും. അതായത് ഗൾഫിലുള്ള ഒരു ഇന്ത്യക്കാരൻ്റെ വരുമാനം ഇന്ത്യയുടെ GNPയിൽ വരും, പക്ഷെ GDPയിൽ വരില്ല. കാരണം ജോലി ചെയ്യുന്നത് രാജ്യത്തിന് പുറത്താണല്ലോ. ശരി, അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇവിടെയാണ് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ്റെ ഒരു എൻട്രി വരുന്നത്. നോക്കൂ, നോമിനൽ GDP എന്നൊരു കണക്കുണ്ട്. അത് കേൾക്കാൻ ഭയങ്കര വലുതായിരിക്കും, കാരണം അതിൽ വിലക്കയറ്റം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രാജ്യത്തിന് യഥാർത്ഥത്തിൽ എത്ര വളർച്ചയുണ്ടായെന്ന് അറിയണമെങ്കിൽ നമ്മൾ റിയൽ GDP നോക്കണം. അതാണ് വിലക്കയറ്റത്തിൻ്റെ സ്വാധീനമൊക്കെ ഒഴിവാക്കിയുള്ള നമ്മുടെ ശരിക്കുള്ള വളർച്ച കാണുന്നത്. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഈ GDP മാത്രം നോക്കിയിട്ട് ഒരു രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ ചിത്രം കിട്ടുമോ? സത്യം പറഞ്ഞാൽ ഒരിക്കലുമില്ല. കാരണം പണം കിട്ടാത്ത ജോലികൾ, നമ്മുടെ വീട്ടമ്മമാരുടെ അധ്വാനം പോലെയുള്ളവ, അതുപോലെ പരിസ്ഥിതിക്കുണ്ടാകുന്ന നഷ്ടം, ജനങ്ങൾക്കിടയിലെ വരുമാനത്തിലുള്ള വലിയ അന്തരം, ഇതൊന്നും GDP കണക്കിൽ വരില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, GDP ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെയാണ്. അതൊരു ഭാഗത്തേക്ക് വെളിച്ചം തരും, പക്ഷെ ആ വെളിച്ചത്തിനപ്പുറമുള്ള വലിയ ചിത്രം നമ്മൾ കാണാതെ പോകരുത്.